Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇതിനായി ഞാനിപ്പോൾ നല്ല പഴുത്ത 5 ഓറഞ്ച് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഒരു 3 ഗ്ലാസോളം കിട്ടും നമുക്ക്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ആ നാരൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഇഞ്ചി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മുടെ ജ്യൂസിന് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു മുറി തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ ഇടുമ്പോൾ നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളറും അതുപോലെ വെറൈറ്റി ഒരു ടേസ്റ്റും കിട്ടും. ഇതാ ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയും നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരുന്ന നമ്മുടെ ആ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി കഷ്ണം ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കയ്യിലാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു കയ്യിൽ ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടേബിൾ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് അടിക്കുക. പിന്നെ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ചും ഈ അളവ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 തണ്ട് പുതിനയാണ്. അപ്പോൾ പുതിന ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പുതിന ഇടുമ്പോൾ നമ്മുടെ ഒരു ജ്യൂസിന് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റായ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.